ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. സാധാരണ നമ്മൾ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. ഇപ്പോൾ അതിന് പകരം നമ്മൾ ഓവനിൽ എങ്ങനെയാണ് ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏത് ഓവനായാലും നമുക്കതിൽ ചെയ്യാവുന്നതായിരിക്കും. അധികം ഫംഗ്ഷനുള്ള ഓവനൊന്നും വേണമെന്നില്ല, സാധാരണ ഓവനിലായാലും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ എടുത്തേക്കണ ഒരു സവാള കൊത്തിയരിഞ്ഞതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ബൗളിലേക്ക് ഇടാം. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ബൗളിലാണ് എടുക്കുന്നത് കേട്ടോ. ഓവനിൽ വെക്കുന്ന ബൗളാണ്. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓവനിൽ കുക്ക് മോഡിൽ 2 മിനിറ്റേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവൻ തുറന്നിട്ട് ഗ്ലൗസ് ഒക്കെ ഇടേണ്ടതാണ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ 2 മിനിറ്റല്ലേ വെച്ചോളൂ. ഇതിപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് 2 മിനിറ്റ് കൂടി ഒന്ന് വെക്കാം ഓവനിൽ. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് വെന്തിട്ടുണ്ടെങ്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 മിനിറ്റ് ഒന്നുകൂടി സെറ്റ് ചെയ്ത് വെക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ടാവും. നമുക്ക് ഇതെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാണ് ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ബീട്രൂട്ടും അതിൽ കുറച്ച് ക്യാരറ്റ് ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ബീട്രൂട്ടാണ് അരിഞ്ഞെടുത്തേക്കണത്. നമ്മളിപ്പോൾ 2 ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇട്ടേക്കണത്. അപ്പോൾ 2 ബീട്രൂട്ട്, പിന്നെ ഒരു ക്യാരറ്റ് വെറുതെ കിടപ്പുണ്ടായി. അത് കളയണ്ടല്ലാന്ന് വെച്ചാൽ ക്യാരറ്റ് കൂടെ ഒന്ന് അരിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ക്യാരറ്റിന്റെ കളർ നിങ്ങൾ കണ്ടത്. നിങ്ങൾ ചിലപ്പോൾ ബീട്രൂട്ട് തോരൻ മെഴുക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കേണ്ടത് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി അതിടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളമില്ല, ഒരു 3/4 ഗ്ലാസ് ഉള്ളു. 3/4 ഗ്ലാസ് വെള്ളമുണ്ട്. 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇത്രയും വെള്ളമുള്ളൂ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. കുക്ക് മോഡിൽ തന്നെ 10 മിനിറ്റിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോസ് ചെയ്തിട്ട് നോക്കാം സംഭവം എങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്ന് നോക്കാം. വെള്ളം കുറവുണ്ടോ അങ്ങനെയൊക്കെ നോക്കാം. കുഴപ്പമില്ല, വെള്ളം ഉണ്ടോ, വെള്ളം പറ്റിയിട്ടില്ല. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുരുമുളകിൻ്റെയൊക്കെ നല്ല ഫ്ലേവറാണ്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി വെക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യണോ. ഇപ്പോൾ 10 മിനിറ്റ് ആകാറായിട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടി എങ്ങനെ ആയെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചത് സ്വല്പം കൂടിപ്പോയി. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ. നമ്മൾ ഒഴിച്ചിട്ട് 3/4 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വെന്തിട്ടുണ്ട്. വേവിനൊന്നും കുഴപ്പമൊന്നുമില്ല, വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയോണ്ടാണ് വെള്ളത്തിൽ അധികം ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തായാലും 1 ഗ്ലാസ് വെള്ളം ഒന്നും ഒഴിക്കണ്ട, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് സാധനം കുക്കായാൽ കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3 മിനിറ്റത്തെ കൂടി ഓവനിൽ വെക്കുകയാണ്.
3 മിനിറ്റ് കൂടെ ആണ് കേട്ടോ. മൊത്തത്തിൽ ഒരു 13 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് കഴിയുമെന്ന് വിചാരിച്ചത്. കുറച്ച് വെള്ളം കൂടി അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെയാണ് വെള്ളമൊക്കെ പറ്റി കുക്കായിട്ട് നോക്കാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചതിൻ്റെ കുഴപ്പമാണ് പറ്റിയത്. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത്തിരി കറിവേപ്പിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ആ കുരുമുളകിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. കുരുമുളകും കറിവേപ്പിലയുടെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരുന്നുണ്ട്. ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഗ്യാസൊക്കെ തീർന്നു നമുക്ക് ഇതുപോലെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ചെയ്തതെന്നുള്ളത് പറയണം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.